കേരള ഗവൺമെൻറ് ലോട്ടറി വകുപ്പ് ലോട്ടറി പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലെന്നാക്കുന്ന പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ രീതിയാണ്. ലോട്ടറി എടുക്കുന്നവനെ താറടിച്ച് കാണിക്കുന്ന അവൻ്റെ ആസനത്തിലടിക്കുന്ന പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവരുടെ വേദനയും കഷ്ടപ്പാടും ദുരിതങ്ങളും അറിയാൻ ഒരു മന്ത്രിയോ മന്ത്രിസഭയോ ഒരു ജനപ്രതിനിധിയോ ഇവിടെ ഇല്ലാതെ പോകുന്നത് മഹാ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയുള്ളൂ. പക്ഷേ ലോട്ടറി കടയ്ക്ക് അവധിയില്ല. എന്തൊരു വിരോധാഭാസമാണ്! എന്താണ് ഈ ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് ഇത്ര ആർത്തി പൂണ്ടാരമാണോ മദ്യക്കട അടയ്ക്കാമെങ്കിൽ പിന്നെ ലോട്ടറി കട എന്തിനു തുറന്നിരിക്കണം? മദ്യവും ലോട്ടറിയുമാണ് ഇന്ന് സർക്കാരിനുള്ള ഏക വരുമാന മാർഗം. അതുകൊണ്ട് സർക്കാർ സംവിധാനം അവർക്ക് കൊള്ളയടിക്കാനും ദൂർത്തടിക്കാനുമായിട്ട് ഈ പണം വിനിയോഗിക്കുന്നു എന്നത് അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് ഭാഗ്യാന്വേഷികളെ ചൂഷണം ചെയ്യുന്നു എന്നതാണ്. സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ നിന്നും മാറി സർക്കാർ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറുന്നു എന്നത്. എന്നാൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ന് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അവർക്ക് മതിയായ ഒരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും നൽകാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. സാറിനൊക്കെ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാട് ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ ഈ പാവപ്പെട്ട പണത്തിൻ്റെ വരുമാനത്തിൻ്റെ പങ്ക് തീരെ കുറയ്ക്കുകയും ആനുപാതികമായി നൽകാതിരിക്കുകയും ക്രൂരതയാണ് മനുഷ്യർക്ക് രക്തമാണ്. കേരള ഗവൺമെൻറ് ലോട്ടറി വകുപ്പ് ലോട്ടറി പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലെന്നാക്കുന്ന പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ രീതിയാണ്. 30 രൂപ 40 രൂപയ്ക്ക് ടിക്കറ്റുകൾ വിറ്റിരുന്ന ഒരു സമയത്ത് എടുക്കുന്ന ഗുണഭോക്താവിന് ഏറ്റവും കുറഞ്ഞത് 100 രൂപ പ്രൈസ് കൊടുക്കുമായിരുന്നു. 100 രൂപ പ്രൈസ് കൊടുത്തിരുന്നത് അത് ഇരട്ടിയാന്ന് പറഞ്ഞു. 30-40 രൂപ എന്ന് പറയുമ്പോൾ 80 ഇപ്പം 50 രൂപയെ വില വർദ്ധിപ്പിച്ചു. 50 രൂപ വില വർദ്ധിച്ചപ്പം അവർക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങുന്നത് 50 രൂപ. ലോട്ടറി എടുക്കുന്നവനെ താറടിച്ച് കാണിക്കുന്ന അവൻ്റെ ആസനത്തിലടിക്കുന്ന പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലോട്ടറി ഇതിൻ്റെ നടത്തിപ്പുകാരെ ലോട്ടറി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാൽ അവർ AC കാറിൽ AC റൂമിലൊക്കെ ഇരുന്ന് സഞ്ചരിച്ച് സുഖസൗകര്യങ്ങൾ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് അവർ ഓർക്കണം, ഇവർക്ക് കോടാനും കോടി തുക ഈ തെരുവോരത്തോടെ നടന്ന് വെയിലും മഴയും കൊണ്ട് മഞ്ഞും അടിച്ച് ഈ രാവിലെ മുതൽ ഉച്ച 3 മണി വരെ സമയമുള്ള സമയത്ത് ഈ ലോട്ടറി എല്ലാ ചൂടും സഹിച്ച് അലഞ്ഞ് നടക്കുന്ന ലോട്ടറി വിൽപ്പനക്കാരുണ്ട്. അവരാണ് ഇതെല്ലാം വിറ്റ് ഈ കോടാനും കോടി ഇവരുടെ ഖജനാവിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് കിട്ടിയിരുന്ന കമ്മീഷൻ തുക വെട്ടിക്കുറച്ചു. ഇത് ടിക്കറ്റ് എടുക്കുന്നവരുടെ തുക കുറച്ചു. ഇങ്ങനെ വൻ ചൂഷക സംഘമായി ലോട്ടറി വകുപ്പ് മാറുകയാണ്. ആ ലോട്ടറി വകുപ്പിൻ്റെ ആ ചൂഷക സംഘത്തിനെതിരെ ആ നിലപാടിനെതിരെയാണ് പാലാ പൗരാവകാശ സമിതി ഇന്ന് പാലാ കുരിശുപടി ജംഗ്ഷനിൽ സർവകക്ഷി പ്രതിഷേധ ധർണ സമരമാണ് നടത്തുന്നത്. അതായത് ഈ വകുപ്പിന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ലോട്ടറിക്കാർ നടത്തുന്ന ഏർപ്പാട് എന്താണ്. ഇത് തെരുവിൽ കൂടെ ഞങ്ങൾ കാണണം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. ഒരു 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാളെ കൈ പിടിച്ചുകൊണ്ട് പുള്ളിയുടെ ഭാര്യ ലോട്ടറി വിൽപ്പനയ്ക്ക് നടക്കുക. ഭർത്താവിന് കാഴ്ചയില്ല. ടിക്കറ്റ് കൊടുക്കുമ്പോൾ ബാക്കി കൊടുക്കണ്ടേ, ഞാനും കൂടെ വരണ്ടേ, അദ്ദേഹത്തിന് വഴിതെറ്റി മറിഞ്ഞ് വീഴാതെ കൊണ്ടു നടക്കണ്ടേ, ആ കൂടെ കൊണ്ടു നടന്ന്. അതുപോലെ വികലാംഗരായ മനുഷ്യർ നടക്കുന്ന വേണം. എത്രയോ 60 വയസ്സ് 65-70 വയസ്സ് 70 വയസ്സും കഴിഞ്ഞാൽ കാരണവന്മാർ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊന്ന് വിറ്റ് വേണം അന്നത്തെ മരുന്ന് മേടിക്കാനും ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണാതെ ഇവർ തൊഴിലാളി വർഗത്തിൻ്റെ പേര് തൊഴിലാളി വർഗത്തിൻ്റെ അധികാരത്തിൽ കയറിയിട്ട് ഏറ്റവും നിഷ്ഠൂരമായ തൊഴിലാളി വർഗം, സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ത്തട്ടുള്ള തൊഴിലാളി വർഗം, അവരുടെ വേദനയും കഷ്ടപ്പാടും ദുരിതങ്ങളും അറിയാൻ ഒരു മന്ത്രിയോ മന്ത്രിസഭയോ ഒരു ജനപ്രതിനിധിയോ ഇവിടെ ഇല്ലാതെ പോകുന്നത് മഹാ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയുള്ളൂ. ഇത് എന്തായാലും മോശമാണ്. ഈ നിലപാട് തിരുത്തണം പാലാ പൗരാവകാശ സമിതി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ലോകത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി കൊടുക്കുന്ന ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്റർ, വിഷു തുടങ്ങിയ ഓണം, ക്രിസ്മസ്. ആ ദിവസങ്ങളിൽ ലോട്ടറി ഉണ്ട്. മദ്യക്കടയ്ക്ക് അവധിയുണ്ട്, പക്ഷേ ലോട്ടറി കടയ്ക്ക് അവധിയില്ല. എന്തൊരു വിരോധാഭാസമാണ്! എന്താണ് ഈ ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് ഇത്ര ആർത്തി പൂണ്ടാരമാണോ ഇത്ര കുഴിമാന്തി അങ്ങ് പാതാളം വരെ കുഴിച്ച് ജനത്തിൻ്റെ അധ്വാന ഫലത്തെ ഊറ്റിയെടുക്കുന്ന ഈ ഭരണവർഗം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഈ ദിവസങ്ങളിൽ ഈ ലോട്ടറി വിൽപ്പനക്കാരും ഈ ലോട്ടറി കട നടത്തുന്നവരും അവർക്കും കുടുംബമില്ലേ? അവർക്ക് ഈ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ കുടുംബസഹിതം വെള്ളത്തിന് പോകണ്ടേ? അടച്ചിട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ലോട്ടറി നിഷേധിച്ചു. മോളിന്ന് പറയുന്ന അവർ പല ലോട്ടറി കടക്കാർ എന്നോട് വേദനയോടുകൂടി പറഞ്ഞ ഞങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് നിഷേധിക്കും. ഇതാണ് അവർ പറയുന്നത്. ലോട്ടറി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അപ്പോൾ ഭീഷണിപ്പെടുത്തി ബലമായിട്ട് അവിടെ എടുക്കുക. അവരെ ആരേൽപ്പിക്കും? അല്ലെങ്കിൽ ചെറുകട ലോട്ടറിക്കാരെയും
നിങ്ങൾ ചെറുകടക്കാരെ കൊണ്ട് വിറ്റോണം. ഇന്ന് കൊണ്ടുപോയി വിൽക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നാളെ മുതൽ ഇങ്ങോട്ട് പോരണ്ട, ഇതാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള നീചമായ നിലപാടിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത്തരം ചൂഷണങ്ങൾ, വൻ ചൂഷണങ്ങൾ നിർത്തലാക്കണം. ഈ ലോട്ടറി കടയ്ക്കും അവധി കൊടുക്കും. വിശേഷ ദിവസങ്ങളിൽ ലോട്ടറി ഇറക്കരുത്. മദ്യക്കട അടയ്ക്കാമെങ്കിൽ പിന്നെ ലോട്ടറി കട എന്തിനു തുറന്നിരിക്കണം എന്നുകൊണ്ട് ഈ വിവിധ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പാലാ പൗരസ്ത്യ സമിതി. ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ചത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല. കാരണം ഇത് പാവപ്പെട്ട ആളുകളുടെ, പ്രത്യേകിച്ച് വികലാംഗരെ ആയിട്ടുള്ള സഹോദരങ്ങളുടെ ഒരു ജീവനോപാധിയാണ്. അത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു തട്ടിപ്പ് സങ്കേതം തന്നെയായിരുന്നു. വ്യാജ ലോട്ടറികളും ഒറ്റ നമ്പർ ലോട്ടറികളും ഒക്കെ ആയിട്ട് ഒരു വലിയ മാഫിയ നിയന്ത്രിച്ചിരുന്നത്. എപ്പോഴും ഈ രംഗത്ത് ഒരു വലിയ മാറ്റം, സമൂലമായ മാറ്റം, ജനോപകാരപ്രദമായ ഒരു കാര്യം ചെയ്തത് ഈ പാലക്കാരനായ മുൻ ധനകാര്യമന്ത്രി കെ എം മാണി സാറാണ്. കെ എം മാണി സാറ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിലേക്ക് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം ചേർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രോഗികളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സഹായം എത്തിക്കുന്നതിന് വേണ്ടി ലോട്ടറി ഉപയോഗപ്പെടുത്തി എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ആ ലോട്ടറി ഇന്ന് സർക്കാരിൻ്റെ വരുമാന മാർഗമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. മദ്യവും ലോട്ടറിയുമാണ് ഇന്ന് സർക്കാരിനുള്ള ഏക വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ സർക്കാർ ഖജനാവിലേക്ക് പണം സ്വരൂപിക്കാനുള്ള ഒരു മാർഗം അതിനുവേണ്ടി പാവപ്പെട്ട ആളുകളെ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ചു. അതനുസരിച്ച് ആനുപാതികമായി സമ്മാനം വർദ്ധിപ്പിച്ചിട്ടില്ല. സമ്മാനം ഗണ്യമായി കുറച്ചു എന്നതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്ന ഒരു ആക്ഷേപം. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിരുന്ന ആളുകൾക്ക് പ്രയോജനപ്രദമായിരുന്ന, അതുപോലെ തന്നെ നൂറുകണക്കിന് രോഗികൾക്ക് ചികിത്സാ സഹായമായി ലഭിച്ചിരുന്ന ഈ ലോട്ടറിയുടെ വരുമാനം ഇന്ന് സാധാരണക്കാർക്ക് അന്യമായിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ സംവിധാനം അവർക്ക് കൊള്ളയടിക്കാനും ധൂർത്തടിക്കാനുമായിട്ട് ഈ പണം വിനിയോഗിക്കുന്നു എന്നത് നിരാശാജനകമാണ്. സമൂലമായ ഒരു മാറ്റം ഈ രംഗത്ത് ഗുണപരമായിട്ടുണ്ടാകണമെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് ഭാഗ്യാന്വേഷികളെ ചൂഷണം ചെയ്യുന്നു എന്നതാണ്. കാരണം പാവപ്പെട്ട ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, വികലാംഗരായിട്ടുള്ളവർ, അവർ ജീവനോപാധിയായിട്ട് ലോട്ടറി വിപണിയുമായി വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ അവരോട് സഹകരിക്കും. പക്ഷെ അത് സർക്കാർ വേറെ രീതിയിൽ ചൂഷണം ചെയ്യുക, ഭാഗ്യാന്വേഷികളെ ചൂഷണം ചെയ്യുന്നു എന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ സർക്കാർ നയം സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ദുരന്തം ഈ മേഖലയുമായി ബന്ധപ്പെട്ട്. അതിന് മാറ്റം വരണം എന്നാണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ടവരായ ആളുകൾ, വികലാംഗരായിട്ടുള്ള സഹോദരങ്ങൾ, പ്രായം ചെന്നവർ, അവരുടെയൊക്കെ ഒരു ജീവനോപാധിയാണ് ലോട്ടറി വിൽപ്പന. അപ്പം അതുകൊണ്ട് അതൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് അന്ന് കെ എം മാണി സാറ് കഴിയുന്നതുപോലെ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ നിന്നും മാറി സർക്കാർ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറുന്നു എന്നത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതിന് മാറ്റം ഉണ്ടാകണം. പല കോണിൽ നിന്നും ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. കേരളത്തിൽ ഗവൺമെൻറ് ചെയ്യുന്ന വലിയൊരു ബിസിനസ്സാണ് ഈ ലോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിന് അതിൽ പങ്കാളികളാകുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങൾക്കനുസരിച്ചുള്ള ഒരു വേതനം ലഭ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ ലോട്ടറി എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ആണ് കൂടുതൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടും. ഉപയോക്താക്കളായിട്ട് വരുന്ന ആൾക്കാർ വ്യത്യസ്തപ്പെട്ടവരാണ്. പക്ഷെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ അവരെല്ലാം തന്നെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരാണ്. എന്നാൽ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ന് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അവർക്ക് മതിയായ ഒരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും നൽകാൻ ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അപ്പോൾ അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ഉദ്ദേശം. അതോടൊപ്പം ഇവർക്കും എന്തെങ്കിലുമൊക്കെ അവധികൾ ആവശ്യമാണ്. വിശേഷ ദിവസങ്ങളിൽ ഓരോ സമൂഹത്തിൽപ്പെട്ടവരുണ്ടാകാം, ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം ഒക്കെ ഉണ്ടാകാം. എല്ലാവർക്കും കഴിവതും അവരവരുടെ ഒരു ദിവസമെങ്കിലും ഒരു അവധി എടുക്കാനായുള്ള ഒരു നിർദ്ദേശം കൂടെ ഞങ്ങളിതോടൊപ്പം വെക്കുകയാണ്. പണ്ട് നമ്മുടെ മാണി സാർ ഉണ്ടായിരുന്ന സമയത്ത് കാർണിയ ലോട്ടറി ഒക്കെ ജനങ്ങൾക്ക് വളരെയധികം ഒരു ഉപകാരം ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പൊ ഈ വില കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള ലോട്ടറി വിലയിൽ വളരെയധികം മാറ്റങ്ങളും അത് ജനങ്ങളിൽ ഉപകാരപ്പെടുന്നില്ല എന്നൊരു കാര്യം ഇപ്പൊ വർദ്ധിച്ചു വരുന്നുണ്ട്, ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സാറിന് എന്താ തോന്നുന്നത്? ഇല്ല, ലോട്ടറി എന്നുള്ള വരുമാനം ഗവൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഈ കാരുണ്യ എന്ന് പറയുന്ന പദ്ധതി പോലെ പുറത്തേക്ക് പ്രസരിക്കുന്നില്ല. അതായത് ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് കിട്ടുന്ന പൈസ ഗവൺമെൻറ് മറ്റ് ഭാഗങ്ങളിലേക്കാണ് വിനിയോഗിക്കുന്നത്. മാനസാറിനൊക്കെ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാട് ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പം നമുക്ക് ഇപ്പോൾ അത് ഇപ്പോൾ ഈ പാലയത്തിന് നമുക്കറിയാം, നിരവധി പ്രായമായവരും വൃദ്ധന്മാരും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർ പല ലോട്ടറി കച്ചവടക്കാരുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വരുമാനം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവരുടെ ഒരു ജീവിതം അവസാനിക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ടെന്നുള്ള ഒരു പരാതി വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇല്ല, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷമായിട്ട് ഇത്തരം സമരങ്ങളിലൂടെ നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഗവൺമെൻറ്റാണ് അതിലുള്ള സമീപനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് പൊതുവേ നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ച് നോക്കിയാൽ ഇതെല്ലാം വലിയൊരു മാഫിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ലോട്ടറിയും ഈ രാജ്യത്ത് പോകുന്നത്. ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ വളർന്നു വരുന്ന പല തിന്മകളും, ആ തിന്മകളുടെ എല്ലാം പിന്നിൽ ഒരു വലിയ ഒരു സമൂഹം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത്തരം അരാജകത്വത്തെയാണ് ഇവിടെ പൊളിച്ചെഴുതേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളാണ്. പക്ഷേ അടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുറകോട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ സർക്കാർ ഇപ്പോൾ 50 രൂപ കൂട്ടിയും തന്നെ അതിനുള്ള പ്രയോജനം ഈ എടുക്കുന്ന ഈ ലോട്ടറിക്കാർക്ക് ഈ ഉപകാരപ്രദമായ രീതിയിലുള്ള ഉപകാരം കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടത്തക്ക രീതിയിലുള്ള നടപടി ഈ സർക്കാർ എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പണ്ടൊക്കെ ഒരു കാരുണ്യ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അത് നാട്ടുകാർക്കും അതുപോലെ തന്നെ വിൽക്കുന്ന ലോട്ടറി ഇതിപ്പം 10% ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടും. ഇപ്പം ഉള്ളത് 5%. അപ്പം ലോട്ടറി എടുക്കുന്നില്ല. ഇപ്പം നേരത്തെയൊക്കെ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ 1 രൂപ 10 രൂപയൊക്കെ കിട്ടുന്ന ഒരു രീതിയിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ ഈ സർക്കാർ പുതിയതായിട്ട് ചേർന്ന് ഈ 1-ാം തീയതി തൊട്ടാണ് തുടങ്ങിയത്. തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ടിക്കറ്റിൻ്റെ തുക കൂട്ടി. അതോടൊപ്പം തന്നെ ഈ വിൽപ്പനക്കാർ കുറവാണ് വരുന്നത്. അവർക്ക് ആ ഉപജീവനമാർഗം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഈസ്റ്റർ, ക്രിസ്മസ്, വിഷു ഈ കാലഘട്ടങ്ങളിലൊക്കെ ലോട്ടറി എടുക്കുമ്പോഴുണ്ടല്ലോ അവർക്ക് പ്രൈസ് അടിക്കുന്നില്ല. ഒരുപാട് ഈ എന്താ പറയുക, ഈ എടുക്കുന്ന പ്രതീക്ഷയോട് കൂടിയാണ് ജനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ തെറ്റിച്ചുള്ള ഒരു പ്രവർത്തനമാണ് എടുക്കുന്നത്. അതിനുള്ള മാറ്റം വരണം. അതാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത് സർക്കാരിന് മാത്രമല്ല, അതുപോലെ തന്നെ ജനങ്ങൾക്കും ഉണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട്. എന്തേലും ഈ തൊഴിലുറപ്പ് കളഞ്ഞേച്ചൊക്കെ സ്ത്രീകളൊക്കെ എടുക്കുന്നുണ്ട്. ഈ ലോട്ടറി എടുക്കുകയും വിൽപ്പന നടത്തുന്നുണ്ട്. അത് ഇപ്പം കുറഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അവർ വേറെ ജോലിയിലേക്ക് കിടക്കുക. അപ്പോൾ ഇത് ഒരു 500 രൂപ പോലും എടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുകയില്ല, ലോട്ടറി അടിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയമാണ് ഇപ്പം കണ്ടുവരുന്നത്. ഈ അടുത്ത കാലത്ത് ലോട്ടറിയും മദ്യവുമാണ് ഇന്ന് സർക്കാരിനെയും സർക്കാർ സ്ഥാപനങ്ങളെ വെച്ച് നടത്തുന്നത്. അതിനിടയ്ക്ക് അങ്ങനെ ഈ ലോട്ടറി കച്ചവടക്കാരും ഈ ഇതിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാക്കുന്ന പണം കൊണ്ട് മാത്രമേ ഇനി സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ലോട്ടറിക്കാരിൽ നിന്ന് തീരെ താഴേക്കിടയിലുള്ള ലോട്ടറി വിൽപ്പനക്കാരെന്ന് പറയുന്നത് തീരെ താഴേക്കിടയിലുള്ള ആൾക്കാർ, പലർക്കും ജോലി ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങൾ വലിയ ഹ്യൂജ് ശമ്പളം കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ കൊടുക്കുകയും ഈ പാവപ്പെട്ടവർക്ക് വരുമാനത്തിൻ്റെ പങ്ക് തീരെ കുറയ്ക്കുകയും ആനുപാതികമായി നൽകാതിരിക്കുകയും ചെയ്ത ക്രൂരതയാണ്, മനുഷ്യത്വരഹിതമാണ് എന്ന് പറയാതിരിക്കാൻ. അപ്പോൾ ഇത് തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. ഈ സമരം ഒരു തിരികൊളുത്തുന്നത് പോലെ സമരജ്വാലമായി കേരളം ഒട്ടാകെ അടരുവരും. ഈ സമരം ഇതിൻ്റെ ഈ കൂട്ടിക്കൊടുക്കുന്നിടം വരെ ഈ സമരം മുന്നോട്ട് പോകണം. അങ്ങനെ പോകും എന്ന് ഇവിടെ നമ്മളിത് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു.